ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റിൽപ്പെട്ട ദ സീ പാലസ് എന്ന ലെസണിലൂടെ കടന്നു പോകാം. ഓക്കെ ഡിയേഴ്സ്, നമ്മുടെ യൂണിറ്റിന്റെ പേര് ഫെസ്റ്റീവ് ഫൺ എന്നാണ്. ഫെസ്റ്റീവ് ഫൺ എന്നാൽ ആഘോഷ സമയത്തുണ്ടാകുന്ന തമാശ എന്നാണ് അർത്ഥം. നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. ദ സീ പാലസ്. സീ എന്നാൽ കടൽ എന്നാണ് അർത്ഥം. SEAC കടൽ. SEEC എന്നാൽ കാണുക എന്നാണ് അർത്ഥം. ഇവിടെ കടൽ, SEAC കടൽ. പാലസ് എന്നാൽ എ ലാർജ് റോയൽ ഹൗസ്, അതായത് കൊട്ടാരം. ദ സീ പാലസ് എന്നാൽ കടലിലെ കൊട്ടാരം. ഇത് വളരെ മനോഹരമായ ഒരു കഥയാണ്. ഒരു മത്സ്യകന്യകയും കടൽ മത്സ്യങ്ങളും മറ്റ് കടൽ ജീവികളുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. നോക്കൂ, ഒരു ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് എന്നാൽ സ്വർണ്ണ നിറത്തിലുള്ള മത്സ്യം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ്. സ്വിം എന്നാൽ നീന്തുക. വാസ് സ്വിമ്മിങ് നീന്തുകയായിരുന്നു. ഇൻ ദ സീ. സീ എന്നാൽ കടൽ. ഇൻ ദ സീ കടലിൽ. ഒരു സ്വർണ്ണ നിറത്തിലുള്ള മത്സ്യം കടലിൽ നീന്തുകയായിരുന്നു. ഹി അവൻ സ്വർണ്ണ നിറത്തിലുള്ള മത്സ്യം സോ കണ്ടു. മെനി പല ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഹിസ് ഫ്രണ്ട്സ് എന്നാൽ അവന്റെ സുഹൃത്തുക്കൾ. മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് എന്നാൽ അവന്റെ പല സുഹൃത്തുക്കളെയും കണ്ടു. എന്ത് ചെയ്യുന്നതാ കണ്ടത്? മൂവിങ് നീങ്ങുന്നത്. ഇൻ ദ സെയിം. സെയിം എന്നാൽ ഒരേ ഡയറക്ഷൻ, ദിശ, ഭാഗം എന്നാണ് അർത്ഥം. ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നാൽ ഒരേ ഭാഗത്തിലേക്ക്, ഒരേ ദിശയിലേക്ക് അവന്റെ പല സുഹൃത്തുക്കളും നീങ്ങുന്നതായി അവൻ കണ്ടു. നീങ്ങുന്നത് എന്നാൽ പോകുന്നതായി അവൻ കണ്ടു. ആരൊക്കെയാണ് അവർ? നോക്കൂ, ഒരു സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷ് എന്നാൽ നക്ഷത്ര മത്സ്യം. കൂട്ടുകാർക്ക് കാണാം, ഇതാണ് സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ്. ഫ്ലോട്ട് എന്നാൽ ഒഴുകുക എന്നാണ് അർത്ഥം. വാസ് ഫ്ലോട്ടിംഗ് എന്നാൽ ഒഴുകുകയായിരുന്നു. ഓൺ ദി വേവ്സ്. വേവ് എന്നാൽ തിരമാല. ഓൺ ദി വേവ്സ് തിരമാലകളിൽ. തിരമാലകളിൽ സ്റ്റാർ ഫിഷ് നക്ഷത്ര മത്സ്യം ഒഴുകുകയായിരുന്നു. അതായത് നക്ഷത്ര മത്സ്യം തിരമാലകളിലൂടെ ആ ദിശയിലേക്ക് ഒഴുകിപ്പോവുകയാണ്. എ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് എന്നാൽ വൃത്താകൃതിയിലുള്ളതും മൃദുലമായ ശരീരഘടനയുള്ളതുമായ ഒരു മത്സ്യമാണ്. നമുക്ക് നോക്കാം. ഇതാണ് ജെല്ലി ഫിഷ്. ഓക്കെ ഡിയേഴ്സ്, എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ്. സ്പാർക്കിൾഡ് എന്നാൽ തിളങ്ങി എന്നാണ് അർത്ഥം. എവിടെയാണ് തിളങ്ങിയത്? നോക്കൂ, ഇൻ ദ ബ്ലൂ വാട്ടർ. നീല വെള്ളത്തിൽ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ്, തിളങ്ങി. എന്താണ് നീലവെള്ളം എന്ന് പറയുന്നത്? കടലിന് വളരെ ആഴമുള്ളത് കൊണ്ട് കടൽ വെള്ളം നമുക്ക് നീലയായിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് നീലവെള്ളം എന്ന് പറയാൻ കാരണം. നോക്കൂ, ഡോൾഫിൻസ്. ഡോൾഫിൻസ് എന്നാൽ കടൽപ്പന്നികൾ. വേർ ഡാൻസിങ്. ഡാൻസ് നൃത്തം ചെയ്യുക. വേർ ഡാൻസിങ് നൃത്തം ചെയ്യുകയായിരുന്നു. കടൽപ്പന്നികൾ നൃത്തം ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ് കാണുന്നത് നമ്മൾ. വേർ എവിടെ? ആർ ഗോയിങ്. ആർ ഗോയിങ് എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ. അവർ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് ചിന്തിച്ചു. ഇവരെല്ലാം എവിടെയാണ് പോകുന്നത്? സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, ഡോൾഫിൻ ഇവരെല്ലാം എവിടെയാണ് പോകുന്നതെന്ന് ഗോൾഡ് ഫിഷ് ചിന്തിച്ചു. ഹി അവൻ ഫോളോഡ്. ഫോളോഡ് എന്നാൽ
പിന്തുടർന്നു, പിന്നാലെ പോയി. ദം അവർക്ക്, അവൻ അവർക്ക് പിന്നാലെ പോയി. എന്തിനാണ് പോയത്? അവർ എവിടെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ. നോക്കൂ, ഇൻ ദ ഡീപ്പ് സീ, സീ എന്നാൽ കടൽ, ഡീപ്പ് സീ എന്നാൽ ആഴത്തിലുള്ള കടൽ. ഇൻ ദ ഡീപ്പ് സീ എന്നാലോ ആഴത്തിലുള്ള കടലിൽ, ഹി അവൻ, ഗോൾഡ് ഫിഷ് സോ കണ്ടു. എന്താ കണ്ടത്? എ ബ്യൂട്ടിഫുൾ, ഒരു മനോഹരമായ ഗ്ലാസ് പാലസ്. ഗ്ലാസ് എന്നാൽ ചില്ല്, പാലസ് കൊട്ടാരം. മനോഹരമായ ഒരു ചില്ല് കൊട്ടാരം കടലിന്റെ ആഴത്തിൽ കണ്ടു, കടലിന്റെ അടിഭാഗത്ത് കണ്ടു. ദിസ് ഈസ് ദി പാലസ് അണ്ടർ ദി വാട്ടർ. ഇതാണ് ആ വലിയ ചില്ലു കൊട്ടാരം. നോക്കൂ, ഇറ്റ് അത്, വാസ് ഡെക്കറേറ്റഡ്, ഡെക്കറേറ്റ് എന്നാൽ അലങ്കരിക്കുക, വാസ് ഡെക്കറേറ്റഡ് അലങ്കരിച്ചിരുന്നു, വിത്ത് കൊണ്ട്. എന്തുകൊണ്ടാണ് അലങ്കരിച്ചിരുന്നത്? ജംസ് രത്നങ്ങൾ, ആൻഡ് പേഴ്സ്, പേഴ്സ് എന്നാൽ മുത്തുകൾ, രത്നങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും അത് ആ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. അതായത് കൊട്ടാരത്തിൽ എന്തോ ഒരു പരിപാടി നടക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ദ ഡോർസ് വാതിലുകൾ, ഓഫ് ദി പാലസ്, ഓഫ് ദി പാലസ് എന്നാൽ കൊട്ടാരത്തിന്റെ, കൊട്ടാരത്തിന്റെ വാതിലുകൾ വേർ വൈഡ് ഓപ്പൺ, വൈഡ് ഓപ്പൺ എന്നാൽ കംപ്ലീറ്റ്ലി ഓപ്പൺ, പൂർണ്ണമായി തുറന്നിരിക്കുന്നു. വേർ വൈഡ് ഓപ്പൺ, പൂർണ്ണമായി തുറന്നിരിക്കുകയാണ്. അതായത് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. എന്തിനാണ് കൂട്ടുകാരെ മലർക്കെ തുറന്നിട്ടിരിക്കുന്നത്? ഏവർക്കും കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, ഗോൾഡ് ഫിഷും അവന്റെ സുഹൃത്തുക്കളും റീച്ച്ഡ് എത്തി. എവിടെ എത്തിയത്? ദ പാലസ്, ആ കൊട്ടാരത്തിൽ എത്തി. വാട്ട് എന്ത്? വിൽ ഹാപ്പൻ സംഭവിക്കും. നെക്സ്റ്റ് അടുത്തതായി ഇനി എന്താണ് സംഭവിക്കുക കൂട്ടുകാരെ? നമുക്ക് നോക്കാം. ദ മെർമെയ്ഡ്, മെർമെയ്ഡ് എന്നാൽ മത്സ്യകന്യക എന്നാണ് അർത്ഥം. മത്സ്യകന്യകയുടെ പ്രത്യേകത എന്താണ്? പകുതി മനുഷ്യന്റെയും പകുതി മത്സ്യത്തിന്റെയും ശരീരഘടന ഉള്ള ഒരു ജീവിയാണ് മത്സ്യകന്യക. നോക്കൂ, ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായ മെർമെയ്ഡ് മത്സ്യകന്യക അപ്പിയേർഡ്, അപ്പിയേർഡ് എന്നാൽ അർത്ഥം എന്താണ്? പ്രത്യക്ഷപ്പെട്ടു. നിയർ അടുത്ത്, ദ ഡോർ ഡോറിനടുത്ത്, വാതിലിനടുത്ത് മനോഹരിയായ ഒരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രറ്റി ഷീ ഈസ്, അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ പറയുന്നത് നോക്കൂ. ഹൗ എന്തുമാത്രം, പ്രറ്റി മീൻസ് ബ്യൂട്ടിഫുൾ, എന്തുമാത്രം ഭംഗിയുള്ള, ഷീ ഈസ് അവളാണ്, അവൾ എന്തുമാത്രം ഭംഗിയുള്ളവളാണ്. എക്സ്ക്ലൈംഡ്, എക്സ്ക്ലൈംഡ് എന്നാൽ ആശ്ചര്യത്തോടെ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ദ ഗോൾഡ് ഫിഷ്, നമ്മുടെ സ്വർണ്ണ നിറത്തിലുള്ള മത്സ്യം പറഞ്ഞു അല്ലേ. അതായത് മത്സ്യകന്യയെ കണ്ടപ്പോൾ ഗോൾഡ് ഫിഷ് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ അവൾ എന്തുമാത്രം സൗന്ദര്യമുള്ളവളാണ് എന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞു. അപ്പോൾ നോക്കൂ, ആരോ പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. ഈ മത്സ്യകന്യക ആരാണ്? പ്രിൻസസ് രാജകുമാരിയാണ്. മത്സ്യകന്യകയുടെ പേരെന്താണ്? ജൂലിയ. യെസ്, ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയ, ഹാപ്പി ബർത്ത്ഡേ, ജന്മദിന ആശംസകൾ. നോക്കൂ, വി ഞങ്ങൾ, ഹാവ് ബ്രോട്ട്, ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു, ഹാവ് ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നിട്ടുണ്ട്. വി ഹാവ് ബ്രോട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. യു നിനക്ക്, സം കുറച്ച്, ഗിഫ്റ്റ്സ് സമ്മാനങ്ങൾ, ഞങ്ങൾ നിനക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം അവയിലെല്ലാവരും, സെഡ് പറഞ്ഞു,
ടുഗദർ ഒരുമിച്ച്, അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്, ഞങ്ങൾ നിനക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവർ ഓരോരുത്തരും കൊണ്ടുവന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? ഗ്ലിൻഡിങ് മീൻസ് ഷൈനിങ്, സ്പാർക്ലിംഗ് എന്നാണ്. തിളങ്ങുന്ന ലൈറ്റുകളാണ് കൊണ്ടുവന്നത്. ജെല്ലി ഫിഷ് കൊണ്ടുവന്നത് തിളങ്ങുന്ന ലൈറ്റ്സ്. ദ വെയിൽസ് എന്നാൽ തിമിംഗലങ്ങൾ കെയിം വന്നു, വിത്ത് കൊണ്ട്. എന്തുകൊണ്ടാണ്? ജിംഗ്ലിംഗ് എന്നാൽ കിലുങ്ങുന്ന, ബാംഗിൾസ് വളകൾ, കിലുങ്ങുന്ന വളകൾ കൊണ്ടാണ് വെയിൽസ് അതായത് തിമിംഗലങ്ങൾ വന്നിട്ടുള്ളത്. ദ ഡോൾഫിൻ കേരീഡ് എന്നാൽ കൊണ്ടുവന്നു. എന്താണ് കൊണ്ടുവന്നത്? ഫ്രാഗ്രന്റ് സുഗന്ധമുള്ള ഫ്ലവേഴ്സ്, പൂക്കൾ. ഡോൾഫിൻസ് സുഗന്ധമുള്ള പൂക്കളാണ് കൊണ്ടുവന്നത്. ജൂലിയ സ്മൈൽഡ് പുഞ്ചിരിച്ചു. ആൻഡ് എന്നിട്ട് റിപ്ലൈഡ് പറഞ്ഞു, മറുപടി പറഞ്ഞു. അല്ലെ, അവർ പറഞ്ഞതിന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? താങ്ക് യു, നന്ദി, നിങ്ങൾക്ക് നന്ദി. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നന്ദി. കം ഓൺ എന്നാൽ വരൂ. ലെറ്റ്സ് ബിഗിൻ എന്നാൽ സ്റ്റാർട്ട്, തുടങ്ങുക എന്നാണ് അർത്ഥം. ലെറ്റ്സ് ബിഗിൻ, നമുക്ക് തുടങ്ങാം. എന്ത് തുടങ്ങാം? ദ പാർട്ടി, നമുക്ക് പാർട്ടി തുടങ്ങാം, എല്ലാവരും വരൂ. there was ഉണ്ടായിരുന്നു എന്നർത്ഥം. there was ഒരു ബിഗ് വലിയ കേക്ക്, ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു. എവിടെയാണ് ഉണ്ടായിരുന്നത്? ഓൺ മുകളിൽ, എ ടേബിൾ ഇൻ ദ ഹോളിലുള്ള ടേബിളിൽ ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു. ദ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, ബിഗൺ സ്റ്റാർട്ടഡ് തുടങ്ങി. ഹൗ വിൽ ദേ ബിഗിൻ ദി പാർട്ടി? നോക്കൂ, ഹൗ എങ്ങനെ, വിൽ ബിഗിൻ എന്നാൽ തുടങ്ങുക. വിൽ ബിഗിൻ തുടങ്ങും, ദേ അവർ, ദ പാർട്ടി ആ പാർട്ടി അവരെങ്ങനെ തുടങ്ങും? നമുക്ക് നോക്കാം. നോക്കൂ കൂട്ടുകാരെ, ദ ബർത്ത്ഡേ പാർട്ടി നടക്കാൻ പോവുകയാണ്. നോക്കൂ, പ്രിൻസസ് ജൂലിയ വെന്റ് പോയി, ടു ദി ടേബിളിനടുത്തേക്ക് പോയി. ഏത് ടേബിളാണ്? നേരത്തെ കേക്ക് ഒരുക്കി വെച്ച ടേബിൾ. പ്രിൻസസ് ജൂലിയ വെന്റ് ടു ദി ടേബിളിനടുത്തേക്ക് പോയി. ആൻഡ് എന്നിട്ട് മുറിച്ചു, ദ കേക്ക് ആ കേക്ക് മുറിച്ചു. അപ്പോൾ അവളെ എങ്ങനെയാണ് കാണുന്നത് നോക്കൂ. അവൾ പ്രിൻസസ് ജൂലിയ ലുക്ക് കാണപ്പെട്ടു, ക്യൂട്ട് സുന്ദരിയായി ഭംഗിയുള്ളവളായി കാണപ്പെട്ടു. നോക്കൂ, ഇൻ ഹെയർ ബ്യൂട്ടിഫുൾ, അവളുടെ ബ്യൂട്ടിഫുൾ മനോഹരമായ ഡയമണ്ട് വജ്രം. ഡയമണ്ട് എന്നാൽ എ പ്രീഷ്യസ് സ്റ്റോൺ എന്നാണ്, വിലപിടിച്ച ഒരു കല്ല്, അതായത് വജ്രം. ഡയമണ്ട് ക്രൗൺ എന്നാൽ കിരീടം. ഇൻ ഹെയർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ എന്നാൽ മനോഹരമായ വജ്രകിരീടം ധരിച്ച് ഷീ ലുക്ഡ് ക്യൂട്ട്, അവളെ സുന്ദരിയായി കാണപ്പെട്ടു. അതായത് മനോഹരമായ വജ്രകിരീടം ധരിച്ച് അവളെ സുന്ദരിയായി കാണപ്പെട്ടു. ഓൾ എല്ലാവരും, ക്ലാപ്ഡ് കൈകളടിച്ചു, ആൻഡ് sang എന്നിട്ട് പാടി. എന്താണ് പാടിയത്? ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ, ജന്മദിനാശംസകൾ പ്രിൻസസ് ജൂലിയ. നോക്കൂ, എവരിവൺ എന്നാൽ ഓരോരുത്തരും എന്നാണ് അർത്ഥം. അതായത് എല്ലാവരും പ്രസന്റഡ് സമ്മാനിച്ചു, കൊടുത്തു. അവരുടെ ഗിഫ്റ്റ്സ് സമ്മാനങ്ങൾ,
ടു ജൂലിയ, ജൂലിയയ്ക്ക്. അങ്ങനെ അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവർ ജൂലിയയ്ക്ക് കൊടുത്തു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഐ ആം എന്നതിന്റെ ഷോർട്ട് രൂപമാണ് ഐ ആം. ഐ ആം ഞാനാണ്, സോ വളരെ, ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ എന്നാൽ താങ്ക്ഫുൾ എന്നാണ് അർത്ഥം. നന്ദിയുള്ള, ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. ടു യു ഓൾ, യു എന്നാൽ നിങ്ങളോട്, ടു യു നിങ്ങളോട്, ഓൾ എല്ലാം, നിങ്ങളോടെല്ലാം ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. ലെറ്റ്സ് ഡാൻസ്, ഡാൻസ് എന്നാൽ നൃത്തം ചെയ്യുക. ലെറ്റ്സ് ഡാൻസ് നമുക്ക് നൃത്തം ചെയ്യാം. ആൻഡ് ഹാവ് ഫൺ, ഹാവ് ഫൺ എന്നാൽ രസിക്കാം, ആനന്ദിക്കാം. നമുക്ക് നൃത്തം ചെയ്ത് രസിക്കാം. സെഡ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ദ പ്രിൻസസ്, രാജകുമാരി പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? സ്മൈലിംഗ്, പുഞ്ചിരിച്ചുകൊണ്ട് രാജകുമാരി പറഞ്ഞു, നമുക്ക് ഡാൻസ് ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യാം. ദ മ്യൂസിക് ബിഗൺ, മ്യൂസിക് ബിഗൺ സ്റ്റാർട്ടഡ് തുടങ്ങി. ദേ അവർ സ്റ്റാർട്ടഡ് തുടങ്ങി. ഡാൻസിങ് നൃത്തം ചെയ്യാൻ, അവർ അങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങി. നോക്കൂ കൂട്ടുകാരെ, ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ്? ഹാവ് പാർട്ടിസിപ്പേറ്റഡ് എന്നാൽ, പാർട്ടിസിപ്പേറ്റഡ് എന്നാൽ പങ്കെടുക്കുക എന്നാണ് അർത്ഥം. ഹാവ് പാർട്ടിസിപ്പേറ്റഡ് എന്നാൽ പങ്കെടുത്തിട്ടുണ്ടോ? യു നിങ്ങൾ, എവർ എപ്പോഴെങ്കിലും, നിങ്ങൾ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ഇന്നേ സെലിബ്രേഷൻ, സെലിബ്രേഷൻ എന്നാൽ ആഘോഷം. ഇന്നേ സെലിബ്രേഷൻ ആഘോഷത്തിൽ, നിങ്ങൾ ആഘോഷത്തിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ പങ്കുവെക്കുക. യുവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുഭവം, നിങ്ങൾ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എന്താണ് കൂട്ടുകാരെ? യെസ്, ദ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്നാൽ സദ്യ. അപ്പോൾ എല്ലാവരും സദ്യ കഴിക്കാൻ റെഡി ആയിക്കോളൂ. നമുക്ക് നോക്കാം. നൗ ഇപ്പോൾ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ഇവിടെ ഹാവ് എന്നാൽ ഈറ്റ് എന്നാണ് അർത്ഥം. കഴിക്കുക, തിന്നുക എന്നാണ് അർത്ഥം. നൗ ഇപ്പോൾ ലെറ്റ്സ് ഹാവ് നമുക്ക് തിന്നാം, നമുക്ക് കഴിക്കാം. ദ ഫീസ്റ്റ് സദ്യ, നമുക്ക് സദ്യ കഴിക്കാം. ദ പ്രിൻസസ് രാജകുമാരി ഇൻവൈറ്റഡ് ക്ഷണിച്ചു, എല്ലാവരെയും ക്ഷണിച്ചു. എന്തിനാണ് ക്ഷണിച്ചത്? യെസ്, സദ്യ കഴിക്കാൻ, സദ്യ ഉണ്ണാൻ. എവരിവൺ എന്താവരും സ്റ്റാർട്ടഡ് തുടങ്ങി. എൻജോയിങ്, എൻജോയിങ് എന്നാൽ ആസ്വദിക്കുന്നതിന്. എന്താസ്വദിക്കുന്നതിന്? ദ ഫുഡ്, ഭക്ഷണം. അങ്ങനെ എല്ലാവരും ഭക്ഷണം ആസ്വദിക്കാൻ തുടങ്ങി. അതായത് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നോക്കൂ, ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. സോ വളരെ, എമ്മി, എമ്മി മീൻസ് ടേസ്റ്റി, സ്വാദിഷ്ടമായ, രുചികരമായ. സോ എമ്മി എന്നാൽ എന്താണ്? വളരെ സ്വാദിഷ്ടമായതാണ്. സോ വളരെ ഡിലീഷ്യസ്, ഡിലീഷ്യസ് മീൻസ് ടേസ്റ്റി, രുചികരമായ, സ്വാദിഷ്ടമായ. സോ ഡിലീഷ്യസ് വളരെ രുചികരമായതാണ്. എന്താണ് ഇവിടെ രണ്ട് സ്ഥലത്തും വളരെ രുചികരമായത്, വളരെ രുചികരമായത് എന്ന് പറയാൻ കാരണം? യെസ്, ഏറ്റവും രുചികരമായത് എന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഏറ്റവും രുചികരമായ ഭക്ഷണമാണ്. ഒരു സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം. ലിക്വിഡ് നക്കി. എന്താ നക്കിയത്? ഹീസ്, അവന്റെ പ്ലേറ്റ്, അവന്റെ പ്ലേറ്റ് നക്കി. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അത്രയും സ്വാദിഷ്ടമായ ഭക്ഷണമാണ്, അതുകൊണ്ടാണ് പ്ലേറ്റ് നക്കിയത്. ഞാൻ ലവ് ഇഷ്ടപ്പെടുന്നു. ദ ചോക്ലേറ്റ്, ഞാൻ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു. ആരാ പറഞ്ഞത്? എ ഷാർക്ക്. ഷാർക്ക് എന്നാൽ എന്താണ് അർത്ഥം? യെസ്, സ്രാവ്. എ ഷാർക്ക് ഗൾപ്പ്ഡ്, ഗൾപ്പ്ഡ് എന്നാൽ സ്വാളോഡ്, വിഴുങ്ങി എന്നാണ് അർത്ഥം. എ ഷാർക്ക് ഗൾപ്പ്ഡ്, വിഴുങ്ങി. എ ബിഗ്, ഒരു വലിയ പീസ്, കഷ്ണം, ഒരു വലിയ കഷ്ണം ചോക്ലേറ്റ്
സ്രാവ് ഞാൻ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് വിഴുങ്ങിയ. ദ ജ്യൂസ് ഈസ് ആണ് സോ വളരെ റിഫ്രഷിംഗ് എന്നാൽ ഇവിടെ അർത്ഥം കൂൾ അഥവാ ചില്ലിംഗ് എന്നാണ്, തണുത്ത. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിംഗ്, ജ്യൂസ് വളരെ തണുത്തതായിരുന്നു. റിഫ്രഷിങ്ങിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, എന്താണ്? ഉന്മേഷം നൽകുന്നു എന്ന്. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിംഗ്, ജ്യൂസ് വളരെ തണുത്തതായിരുന്നു, ചില്ലിംഗ് ആയിരുന്നു. എ ജെല്ലി ഫിഷ് സിപ്പ്ഡ് എന്നാൽ അർത്ഥം എന്താണ്? വലിച്ചു കുടിച്ചു. ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ, ഡ്രോപ്പ് തുള്ളി, അവസാനത്തെ തുള്ളിയും ജെല്ലി ഫിഷ് വലിച്ചു കുടിച്ചു. സഡൻലി പെട്ടെന്ന് എ ഡോൾഫിൻ വിസിൽഡ്. എന്താണ് വിസിൽഡ് എന്നാൽ? ചൂളം വിളിച്ചു, വിസിലടിച്ചു. എങ്ങനെ അടിച്ചത്? ലൗഡ്ലി, ഒച്ചത്തിൽ. പെട്ടെന്നാണ് ഈ മനോഹരമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോൾഫിൻ വിസിലടിച്ചത്, ഉച്ചത്തിൽ ചൂളം വിളിച്ചത്. വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് ഈസ് എന്നതിന്റെ ഷോർട്ട് രൂപമാണ് വാട്ട്സ്. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആസ്ക്ഡ്, ചോദിച്ചു. ആരാ ചോദിച്ചത്? ദ ഷാർക്ക്, സ്രാവ് ചോദിച്ചു. വൈ, എന്തുകൊണ്ട്? ഡിഡ് ദി ഡോൾഫിൻ വിസിൽ? ഡിഡ് വിസിൽ എന്നാൽ വിസിൽഡ് എന്നാണ് അർത്ഥം. വിസിൽഡ് എന്നാൽ ചൂളം വിളിച്ചു. എന്തുകൊണ്ടാണ് ഡോൾഫിൻ ചൂളം വിളിച്ചത്? വാട്ട് ഡിഡ് ദി ഡോൾഫിൻ വിസിൽ? എന്തുകൊണ്ടാണ് ഡോൾഫിൻ ചൂളം വിളിച്ചത്? നോക്കൂ, ഒരു ത്രെറ്റ് എന്നാൽ ഭീഷണി, ഒരു ഭീഷണി. എന്താണ് ആ ഭീഷണി എന്ന് നോക്കൂ. ദ മെൻ, മനുഷ്യർ, ആർ കമ്മിങ്, വരികയാണ്. എഗെയിൻ, വീണ്ടും. മനുഷ്യർ വീണ്ടും വരികയാണ്. എന്തിനാണ് വരുന്നത് നോക്കൂ. ടു ഡംപ് എന്നാൽ വലിച്ചെറിയുക, അതായത് ചപ്പുചവറുകൾ ഒക്കെ വലിച്ചെറിയുന്നതിനാണ് ഡംപ് എന്ന് പറയുക. അപ്പൊ ദ മെൻ ആർ കമ്മിങ് എഗെയിൻ, മനുഷ്യർ വീണ്ടും വരുന്നു. ടു ഡംപ്, വലിച്ചെറിയാൻ. മോർ, കൂടുതൽ. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ മനുഷ്യർ വീണ്ടും വരുന്നു. എവിടെ വലിച്ചെറിയാൻ? ഇൻ ദ സീ, കടലിൽ. മനുഷ്യർ പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ വലിച്ചെറിയാൻ വീണ്ടും വരുന്നു. എക്സ്ക്ലൈംഡ് എന്നാൽ എന്താണ്? കോൾഡ് ഔട്ട് അല്ലെങ്കിൽ സെഡ് ലൗഡ്ലി, ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആരാ വിളിച്ചു പറഞ്ഞത്? ദ ഡോൾഫിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഓൾ, എല്ലാവരും. ബിക്കെയിം, ആയി, എന്തായി? ഏംഗ്രി, വെറുപ്പുള്ള. എല്ലാവർക്കും വെറുപ്പായി. എന്തുകൊണ്ടാണ് വെറുപ്പ്? മനുഷ്യർ വീണ്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് കടലിലേക്ക് വലിച്ചെറിയാൻ വരുന്നു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ്, മെനി എന്നാൽ പല. ഓഫ് അവർ ഫ്രണ്ട്സ്, നമ്മുടെ സുഹൃത്തുക്കളിൽ പല ആളുകളും ഡൈഡ്, മരിച്ചു. എങ്ങനെയാ മരിച്ചത് നോക്കൂ. ഈറ്റിംഗ്, തിന്ന്. പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിന്ന് നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും മരിച്ചു. നോക്കൂ. ദ ഷാർക്ക്, സ്രാവ്, ഗ്രൗണ്ടഡ്, കടിച്ചു, വെറുപ്പോടെ കടിച്ചു. എന്താ കടിച്ചത്? ഹീസ്, അവന്റെ. ടീത്ത് എന്നാൽ പല്ലുകൾ, ടൂത്ത് എന്നാൽ പല്ല്. ഷാർക്ക് അവന്റെ പല്ലുകൾ വെറുപ്പോടെ കടിച്ചു. ഷാർക്ക് അവന്റെ പല്ലുകൾ വെറുപ്പോടെ കടിച്ചു. വി ഷുഡ് സ്റ്റോപ്പ് എന്നാൽ തടയുക എന്നാണ് ഇവിടെ അർത്ഥം. വി ഷുഡ് സ്റ്റോപ്പ്, നമ്മൾ തടയണം. ദം, അവരെ, നമ്മൾ അവരെ തടയണം. ദേ, അവർ. സെഡ്, പറഞ്ഞു. ടുഗദർ, ഒരുമിച്ച് പറഞ്ഞു. കടൽ ജീവികളെല്ലാം ഒരുമിച്ച് പറഞ്ഞു. നമ്മൾ അവരെ തടയണം. ഡോണ്ട് വറി, വറി എന്നാൽ വിഷമിക്കുക. ഡോണ്ട് വറി ഫ്രണ്ട്സ്, ഡോണ്ട് വറി എന്നാൽ വിഷമിക്കേണ്ട ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ.
സെഡ് പറഞ്ഞു, ദ ബ്ലൂ വെയിൽ. ബ്ലൂ എന്നാൽ നീല, വെയിൽ തിമിംഗലം. ദ ബ്ലൂ വെയിൽ നീല തിമിംഗലം പറഞ്ഞു. എന്താ പറഞ്ഞത്? വിഷമിക്കേണ്ട സുഹൃത്തുക്കളെ, ഇനി നീലത്തിമിംഗലം ആരാണെന്ന് നോക്കൂ. കൂട്ടുകാർക്ക് അറിയാം. നീലത്തിമിംഗലം പറയാണ്, എന്താ പറയുന്നത്? അയാം. ആം. അയാം എന്നതിന്റെ ഷോർട്ട് രൂപം ആം ദ ബിഗ്ഗസ്റ്റ്. ഞാൻ ആണ് ദ ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയ അനിമൽ, മൃഗം ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഞാനാണ്. ഐ വിൽ എന്നാണ്. ഐ വില്ലിന്റെ ഷോർട്ട് രൂപമാണ് ഇവിടെ കാണുന്നത്. ഐ വിൽ, ഞാൻ. ഡ്രൈവ് എവേ. ഡ്രൈവ് എവേ എന്നാൽ ആട്ടി ഓടിക്കുക, തുരത്തുക എന്നാണ്. ഐ വിൽ ഡ്രൈവ് എവേ, ഞാൻ തുരത്തും, ആട്ടി ഓടിക്കും. ദം അവരെ, ഞാൻ അവരെ ആട്ടി ഓടിക്കും. അത് പറഞ്ഞിട്ട് നീലത്തിമിംഗലം എന്താണ് ചെയ്തതെന്ന് നോക്കൂ. ദ ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം, took a swift turn. took a swift turn എന്നാൽ വേഗത്തിൽ തിരിഞ്ഞു, പെട്ടെന്ന് തിരിഞ്ഞു. and എന്നിട്ട് swished. swished എന്നാൽ വേഗത്തിൽ നീങ്ങി, വേഗത്തിൽ പോയി. അത് പറഞ്ഞ് നീലത്തിമിംഗലം പെട്ടെന്ന് തിരിഞ്ഞ് വേഗത്തിൽ പോയി. ദ ഷാർക്ക്, സ്രാവ്, ഫോളോവുഡ് പിന്തുടർന്നു, പിന്നാലെ പോയി. ഹെർ അവൾക്ക്, നീലത്തിമിംഗലത്തിന് പിന്നാലെ ഷാർക്ക് പോയി. നോക്കൂ, വാട്ട് എന്ത്, വുഡ് ദ ബ്ലൂ വെയിൽ ഡു, വുഡ് ഡു ചെയ്യും, ബ്ലൂ വെയിൽ നീലത്തിമിംഗലം എന്തു ചെയ്യും. ഫോർഗിവ്നെസ്, എന്താ ഫോർഗിവ്നെസ് എന്നാൽ ക്ഷമ, മാപ്പു നൽകുക, ക്ഷമിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നോക്കൂ, ദ വെയിൽ തിമിംഗലം ആൻഡ് ദി ഷാർക്ക് തിമിംഗലവും സ്രാവും വെന്റ് പോയി, നിയർ അടുത്ത്, ദ ബോട്ട് ആ ബോട്ടിനടുത്തേക്ക്, അതായത് മനുഷ്യർ വരുന്ന ബോട്ടിനടുത്തേക്ക് പോയി. ദ ഷാർക്ക് സ്രാവ് ബീറ്റ് അടിച്ചു, ദ ബോട്ട് ബോട്ടിനടിച്ചു, വിത്ത് കൊണ്ട്, എന്തുകൊണ്ടാണ് അടിച്ചത്? ഹീസ് അവന്റെ ടെയിൽ വാൽ, അവന്റെ വാല് കൊണ്ട് ബോട്ടിന് അടിച്ചു. നോക്കൂ, ദ മെൻ മനുഷ്യർ, ഇൻ ദ ബോട്ട് ബോട്ടിലുള്ള മനുഷ്യർ, ട്രംബിൾഡ് വിറച്ചു, വിത്ത് കൊണ്ട്, ഫിയർ ഭയം, വിത്ത് ഫിയർ എന്നാൽ ഭയം കൊണ്ട്, ഭയം കൊണ്ട് വിറച്ചു. ആരാണ് വിറച്ചത്? ബോട്ടിലുള്ള മനുഷ്യർ. ബോട്ടിലുള്ള മനുഷ്യർ ഭയം കൊണ്ട് വിറച്ചു. ദേ അവർ ക്രൈഡ് കരഞ്ഞു, ഫോർ വേണ്ടി, എന്തിനു വേണ്ടി? ഫോർ ഹെൽപ്പ്, ഹെൽപ്പ് സഹായം, ഫോർ ഹെൽപ്പ് സഹായത്തിന് വേണ്ടി അവർ കരഞ്ഞു. ബൈ ദിസ് ടൈം എന്നാൽ ഈ സമയത്ത്, ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ്, പ്രിൻസസ് രാജകുമാരിയും, ആൻഡ് അതേഴ്സ് മറ്റുള്ളവരും, റീച്ച്ഡ് എന്നാൽ എറൈവ്ഡ്, കെയിം എത്തി, അവിടെ. ആ സമയത്ത് രാജകുമാരിയും മറ്റുള്ളവരും അവിടെ എത്തി. അപ്പോൾ ആരോ ഒന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ. എന്താണ് പറയുന്നത്? ഞാൻ വിൽ ക്രഷ്. ക്രഷ് എന്നാൽ ഞെരിക്കുക, പൊടിക്കുക എന്നാണ്. ഐ വിൽ ക്രഷ്, ഞാൻ ഞെരിക്കും, ദം അവരെ. അവരെ എന്നാൽ മനുഷ്യരെ. ഞാൻ മനുഷ്യരെ, അവരെ ഞെരിക്കും, പൊടിക്കും. അല്ലെ? ദ ക്രാബ് ഞണ്ട്, ഓപ്പൺഡ് തുറന്നു, ഹെയർ അവളുടെ, ക്ലോസ്. ക്ലോസ് എന്നാൽ കൂർത്ത നഖങ്ങൾ എന്നാണ്. ഷാർപ്പ് നെയിൽസ്, അവളുടെ കൂർത്ത നഖങ്ങൾ തുറന്നു. ക്ലോസ് എന്നാൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉള്ള കൂർത്ത നഖങ്ങളെയാണ് ക്ലോസ് എന്ന് പറയാറുള്ളത്. നോക്കൂ, അവളുടെ കൂർത്ത നഖങ്ങൾ തുറന്നു. എന്തിനാണ് തുറന്നത്? മനുഷ്യരെ ഞെരിക്കാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് മനുഷ്യരെന്താ പറഞ്ഞത് നോക്കൂ. പ്ലീസ്, ദയവായി, ഡോണ്ട് ഹർട്ട്. ഹർട്ട് എന്നാൽ വേദനിപ്പിക്കുക. ഡോണ്ട് ഹർട്ട്, വേദനിപ്പിക്കരുത്, അസ് ഞങ്ങളെ. പ്ലീസ് ഡോണ്ട് ഹർട്ട് അസ്, ഞങ്ങളെ ദയവായി വേദനിപ്പിക്കരുത്. വി വോണ്ട് ഡംപ്. വോണ്ട് എന്നാൽ വിൽ നോട്ട് എന്നാണ് അർത്ഥം. വി വോണ്ട് ഡംപ് എന്നാൽ ഞങ്ങൾ വലിച്ചെറിയില്ല. വേസ്റ്റ്, മാലിന്യങ്ങൾ വലിച്ചെറിയില്ല.
ഇൻ ദ സീ കടലിൽ, എഗെയിൻ വീണ്ടും, ഞങ്ങൾ കടലിൽ വീണ്ടും മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന് അവർ പറഞ്ഞു. ദ മെൻ മനുഷ്യർ ബെഗ്ഡ് മീൻസ് റിക്വസ്റ്റഡ്, യാചിച്ചു. അങ്ങനെ പറഞ്ഞ് മനുഷ്യർ യാചിച്ചു. യു ആർ നിങ്ങൾ, ആർ പൊല്യൂട്ടിങ്, യു ആർ പൊല്യൂട്ടിങ് അല്ലേ, നിങ്ങൾ പൊല്യൂട്ട് എന്നാൽ മലിനമാക്കുക എന്നാണ് അർത്ഥം. യു ആർ പൊല്യൂട്ടിങ് നിങ്ങൾ മലിനമാക്കുകയാണ്. അവർ സീ ഞങ്ങളുടെ കടൽ, ഞങ്ങളുടെ കടലിനെ നിങ്ങൾ മലിനമാക്കുകയാണ്. യു ആർ നിങ്ങൾ ഡിസ്ട്രോയിങ്, ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. യു ആർ ഡിസ്ട്രോയിങ് നിങ്ങൾ നശിപ്പിക്കുകയാണ്. അവർ ഞങ്ങളുടെ ലൈഫ്സ് ജീവിതങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഡോണ്ട് റിപ്പീറ്റ്, റിപ്പീറ്റ് എന്നാൽ ആവർത്തിക്കുക. ഡോണ്ട് റിപ്പീറ്റ് ആവർത്തിക്കരുത്, ഇറ്റ് അത് ആവർത്തിക്കരുത്. ഇതാരാണ് പറഞ്ഞു നോക്കൂ. വാണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. ആരാ കൊടുത്തത്? പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയ മുന്നറിയിപ്പ് കൊടുത്തു. എന്താ പ്രിൻസസ് പറഞ്ഞത്? നിങ്ങൾ കടലിനെ മലിനീകരിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ്, ഇനി ഇത് ആവർത്തിക്കരുത്. വാണ്ട് മുന്നറിയിപ്പ് കൊടുത്തു പ്രിൻസസ് ജൂലിയ അല്ലെ. പ്രിൻസസ് ജൂലിയ ഈ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ടോ എന്നിട്ട് ലെറ്റ് ഗോ, ലെറ്റ് ഗോ എന്നാൽ സ്വതന്ത്രരാക്കി അല്ലെങ്കിൽ പോകാൻ അനുവദിച്ചു. അവരെ വിട്ടേച്ചു. റേസ്, റേസ് എന്നാൽ കിരണങ്ങൾ. ഓഫ് ദി സൺ, സൺ സൂര്യൻ. റേസ് ഓഫ് ദി സൺ എന്നാൽ സൂര്യകിരണങ്ങൾ, സൂര്യരശ്മികൾ. ബ്രൈറ്റൻഡ് പ്രകാശിപ്പിച്ചു. ദ വേവ്സ് തിരമാലകളെ പ്രകാശിപ്പിച്ചു. ദ സീ ബിക്കെയിം ക്ലീൻ അഗെയിൻ അല്ലേ, കടൽ വീണ്ടും ക്ലീൻ ആയി. എവരിവൺ ഫെൽറ്റ് ഹാപ്പി അഗെയിൻ എല്ലാവർക്കും വീണ്ടും സന്തോഷമായി. മനുഷ്യർ കടലിനോടും കടൽ ജീവികളോടും ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ കടൽ ജീവികൾ ഒറ്റക്കെട്ടായി പ്രതികരിച്ച് മനുഷ്യനെ തുരത്തി ഓടിച്ചതിന്റെ സന്തോഷമാണിവിടെ സൂര്യരശ്മികൾ തിരമാലകളെ പ്രകാശിപ്പിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, കൂട്ടുകാർക്ക് ഈ മനോഹരമായ കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.